എഡിറ്ററായിരുന്ന കിരൺ ദാസിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റർ ഷാഹി കബീർ. അതായത് പോലീസ് സ്റ്റോറികൾ എഴുതാൻ ഇന്ന് മലയാളത്തിലുള്ള റൈറ്റേഴ്സ് ഏറ്റവും ബെസ്റ്റ് റൈറ്ററാണ് ഷാഹി കബീർ. അതായത് ഒരു ഡീറ്റെയിൽ റൈറ്റിംഗ് എഴുതാൻ അതെ പുള്ളിയുടെ സാഹചര്യം അനുവദിക്കുന്നു. അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇന്ന ലെവലിലായിരുന്നു. കാര്യം ട്രെയിലർ ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തു. ഇതിന്റെ 1 ലൈൻ ട്രെയിലർ കിട്ടിയുണ്ട്. എനിക്ക് സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ആ ഒരു സ്ട്രക്ചർ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പടത്തിന്റെ ഒരു സ്ട്രക്ചർ ഈ പടത്തിനകത്ത് ഉണ്ട്, പക്ഷെ അത് തെളിഞ്ഞു വന്നില്ല. എനിക്ക് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പടം കണ്ടോണ്ടിരുന്ന സമയത്ത് പടം ഇങ്ങനെ മുമ്പോട്ട് പോയി കോൺഫ്ലിക്റ്റ് തുടങ്ങി പടത്തിന്റെ മെയിൻ പോയിന്റിലേക്ക് വന്ന് ഫസ്റ്റ് ഹാഫ് കണ്ട് തീർന്നപ്പോൾ ഇന്റർവെല്ലായപ്പോൾ ഞാൻ മോനെ സൂപ്പർ പടം. അപ്പം തന്നെ ഞാൻ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചു, വിശാലേട്ടാ സിനിമ ഉടനെ കാണണം, നല്ല രസമുള്ള പരിപാടിയാണ്, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ സെക്കൻഡ് ഹാഫ് കാണായിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ ഒപ്പീനിയൻസിൽ ചെറിയ 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 വേരിയേഷൻസ് ഇങ്ങനെ വന്ന് പടം വന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പുള്ളിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു, ചേട്ടാ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായി തോന്നി, സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചധികം പ്രശ്നത്തിലൂടെ പോയി, ഒരു വിധത്തിൽ അത് അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. അന്ന് പറഞ്ഞു തരുന്നപ്പോൾ പുള്ളി പടം കാണാൻ തീർത്ത് കയറിയിരിക്കുക. എൻ്റെ എക്സ്പെക്ടേഷൻസ് ഞാൻ ഓൾറെഡി റിവ്യൂവിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു. ഇത് സൗകര്യമായിട്ട് ഇനി ഇവിടുന്ന് ഞാൻ ഉയർന്നു പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് സംഭവിച്ചത്, ഞാൻ ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഈ പറയുന്ന സെക്കൻഡ് ഹാഫിൻ്റെ ഈ പോർഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ത്രൂ ഔട്ട് എനിക്ക് സങ്കടം തോന്നില്ല. പക്ഷെ എനിക്ക് സർപ്രൈസ് ചെയ്ത ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, നീ വെച്ച ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഓക്കെ ഈ പടം നമ്മൾ ഉദ്ദേശിച്ച ലൈനിലേക്കല്ല പോകുന്നൊരു ഫീലിംഗ് തരുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്കെ എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. ഞാൻ അത് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യാം. ഏതാ സംഭവം അങ്ങോട്ടാ പോണേ കേട്ടോ, പരിപാടി ഉണ്ട് എന്നൊക്കെ ലൈനിൽ ഇരിക്കാൻ. അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എഴുതുക. അതെ, ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ ചിന്തിച്ച ലൈനിലല്ല പോയത്. ഇങ്ങനെ വേറൊരു റൂട്ടിലേക്ക് പോയി കുറച്ച് ജനറിക് ആയിട്ട് ആ ലൈനിൽ അങ്ങ് പോയി തീർന്നു പോയി.